നമസ്കാരം. കടുത്ത കോൺഗ്രസ് അനുഭാവിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായ വലിയൊരു സൗഹൃദ വലയം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു അന്തരിച്ച സലീം കുമാർ. നടനും സുഹൃത്തുമായ സുബേഷ് സുധി സലീംകുമാറിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച വികാരനിർഭരമായ കുറിപ്പിലാണ് കണ്ണൂരിലെ പ്രമുഖ CPM നേതാവായ പി ജയരാജനുമായി സലീംകുമാറിനുണ്ടായിരുന്ന സവിശേഷമായ സൗഹൃദത്തെക്കുറിച്ചും രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം നേടിയെടുത്ത ജനപ്രീതിയെക്കുറിച്ചും വെളിപ്പെടുത്തിയത്. തീവ്രമായ കോൺഗ്രസ് നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്ന സലീംകുമാർ പി ജയരാജന്റെ രാഷ്ട്രീയ ശൈലിയുടെ ഒരു കടുത്ത ആരാധകൻ കൂടിയായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എറണാകുളത്തെത്തിയ പി ജയരാജനെ കൂട്ടി സുബീഷ് പറവൂരിലുള്ള സലീംകുമാറിന്റെ വീട്ടിൽ പോയിരുന്നു. ജയരാജൻ അവിടെയുണ്ടെന്ന വിവരമറിഞ്ഞ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ അന്ന് സലീംകുമാറിനെ ഫോണിൽ വിളിച്ച് "എന്താ സലീമെ, നമ്മളെ വിട്ട് പോവുകയാണോ" എന്ന് തമാശയായി ചോദിക്കുകയുണ്ടായി. എന്നാൽ സതീഷ് ഏട്ടൻ പോയാലും ഞാൻ കോൺഗ്രസ് വിടില്ല എന്നായിരുന്നു സലീംകുമാർ നൽകിയ രസകരവും ദൃഢവുമായ മറുപടി. രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾക്ക് അദ്ദേഹം എത്രമാത്രം വില കൽപ്പിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ കൂടിക്കാഴ്ച. സിനിമയിലേക്ക് എത്തുമ്പോൾ തൻ്റെ രാഷ്ട്രീയ വേലിക്കെട്ടുകളെല്ലാം പൂർണ്ണമായി തകർത്തെറിയാൻ സലീംകുമാറിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹം കഥ എഴുതി സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന ചിത്രത്തിൻ്റെ സ്വിച്ച് ഓൺ ചടങ്ങ് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളിൽ നേർക്കുനേർ പോരാടുന്ന രാഷ്ട്രീയ കേരളം എക്കാലവും ഉറ്റുനോക്കുന്ന രണ്ട് ധ്രുവങ്ങളായ ബദ്ധവൈരികളെയാണ് സലീംകുമാർ അന്ന് ഒരേ വേദിയിൽ ഒരുമിച്ചിരുത്തിയത്. K. സുധാകരനെയും പി ജയരാജനെയും തൻ്റെ സിനിമയിൽ പൂജയ്ക്കായി ഒരേ വേദിയിൽ, അതും തൊട്ടടുത്തിരുത്തി സൗഹൃദം പങ്കിടാൻ പ്രേരിപ്പിച്ചത് സലീംകുമാർ എന്ന വ്യക്തിയോടുള്ള സ്നേഹവും ബഹുമാനവും മാത്രമായിരുന്നു. അന്ന് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സലീമിന് വേണ്ടി നമ്മൾ എല്ലാം മറന്ന് ഒന്നിക്കും എന്നായിരുന്നു K. സുധാകരൻ വ്യക്തമാക്കിയത്. രാഷ്ട്രീയ നിലപാടുകളിൽ ഞങ്ങൾ ഇരു ധ്രുവങ്ങളിലാണ്, പരസ്പരം ശക്തമായി എതിർക്കുന്നവരുമാണ്. എന്നാൽ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി അല്ലെങ്കിൽ കലയും സംസ്കാരവുമായി ബന്ധപ്പെട്ട ഇത്തരം നല്ല കാര്യങ്ങൾക്കായി ഒത്തുചേരേണ്ടി വരുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. സലീംകുമാർ എന്ന മികച്ച കലാകാരൻ്റെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ടാണ് പി ജയരാജൻ അന്ന് സംസാരിച്ചത്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. സലീംകുമാർ ഒരു മികച്ച കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്നായിരുന്നു ജയരാജൻ്റെ അന്നത്തെ വാക്കുകൾ. മലബാറിലെ ജൂതന്മാരുടെ ചരിത്രം പറഞ്ഞ ആ സിനിമയുടെ ചടങ്ങിൽ അന്നത്തെ മാള MLA ആയ TN പ്രതാപനും സന്നിഹിതനായിരുന്നു. തൻ്റെ നിലപാടുകൾ എവിടെയും ഭയമില്ലാതെ തുറന്നു പറയുമ്പോഴും മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെയും വ്യക്തിത്വത്തെയും ബഹുമാനിക്കാൻ സലീംകുമാർ കാണിച്ച വലിയ മനസ്സ് തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവരുടെയും പ്രിയങ്കരനാക്കി മാറ്റിയത്. സലീംകുമാറിൻ്റെ മരണാനന്തരം ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ ആരോമലിനെ കണ്ടപ്പോൾ "നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞ് അടികൂടാൻ ഇനി അച്ഛനില്ലല്ലോ" എന്ന് ആരോമൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യവും സുബീഷ് തൻ്റെ കുറിപ്പിൽ ഓർക്കുന്നുണ്ട്. പറവൂരിലെ വീട്ടിൽ താൻ എന്ന അന്തം കമ്മിയെ കാത്തിരിക്കാൻ ഇനി ആ അന്തം കൊങ്ങി ഇല്ലല്ലോ എന്ന വരികളോടെയാണ് സുബീഷ് സുധി തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സലീംകുമാർ എന്ന വ്യക്തിയുടെ ചിരി മാഞ്ഞെങ്കിലും രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ഇത്തരം വലിയ സൗഹൃദ മാതൃകകൾ മലയാളക്കര എക്കാലവും ആദരവോടെ ഓർക്കും. അതേസമയം സലീംകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പതിനായിരങ്ങളാണ് എറണാകുളം പറവൂർ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത്. ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സാധാരണക്കാരുമടക്കം വൻ ജനാവലിയാണ് പ്രിയ താരത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. അടിയുറച്ച കോൺഗ്രസ് അനുഭാവിയായിരുന്ന സലീംകുമാറിന്റെ അന്ത്യാഭിലാഷ പ്രകാരം പാർട്ടി പതാക പുതപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയത്. തുടർന്ന് മൃതദേഹം പറവൂരിലെ വീട്ടിലെത്തിച്ചു. വൈകിട്ട് 3:30 വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും കേരളം തങ്ങളുടെ പ്രിയ കലാകാരനെ യാത്രയാക്കുക. തൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ യാതൊരുവിധ മതപരമായ ചടങ്ങുകളും പാടില്ലെന്ന സലീംകുമാറിന്റെ അന്ത്യാഭിലാഷം മാനിച്ചായിരിക്കും സംസ്കാരം നടക്കുക.